ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഉയർപ്പ് കാലത്തിൻ്റെ എല്ലാ ചിന്തകളും സമാപിപ്പിച്ചുകൊണ്ട് നമ്മൾ ശ്ലീഹാകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ധാനത്തിലൂടെ മിശിഹ നമുക്ക് നൽകിയ എല്ലാ ചിന്തകളും വരാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സഭയിൽ നിലകൊള്ളുന്ന അനുഭവമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്ന ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിൽ ഉണ്ടാവുകയും സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ് ഈ ഞായറാഴ്ച. ശ്ലീഹാകാലത്തിൻ്റെ ഈ ഒന്നാം ഞായറാഴ്ച പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരുടെയും മേൽ സമൃദ്ധമായി ഇറങ്ങി വന്ന് അഭിഷേകമായി കടന്നു വന്ന് നമ്മളിൽ നിറയുവാനും ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം 2-3 ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, ഈശോ തൻ്റെ വേർപാടിനെ കുറിച്ച് ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന ഈശോയുടെ പ്രസ്താവന നമ്മൾ ആദ്യം കാണുകയാണ്. ഈശോ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവായ സത്യാത്മാവിനെ, അല്ലെങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടിയാണെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാർക്ക് ബോധ്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ വേർപാട് ഒരു ദുഃഖത്തേക്കാൾ ഉപരിയായി ഈശോ അയക്കുന്ന സത്യാത്മാവ് വരുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവമായി മാറണമെന്നുകൂടി പരോക്ഷമായി ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി, ഈ വചനഭാഗത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് ബോധ്യങ്ങൾ നൽകും. 1, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകും. 2, നീതിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകും. 3, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകും. ഓരോന്നും എന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് എന്നുകൂടി കർത്താവ് വ്യക്തമായി ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകുന്നത്? കർത്താവിൽ വിശ്വസിക്കാത്തതിനാൽ, അതായത് വിശ്വാസം എന്ന ദൈവിക പുണ്യത്തിൽ വളരാതിരിക്കുന്നത് പാപമാണ് എന്നുകൂടി കർത്താവ് ഇവിടെ പരോക്ഷമായിട്ട് പറയുകയാണ്. അവർ ഇതിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചാണ് ബോധ്യം പരിശുദ്ധാത്മാവ് നൽകും. അപ്പോൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ പാപകരമായ സാഹചര്യത്തിലേക്ക് ഒരു വ്യക്തി വഴുതി വീഴും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ച്, വിശ്വാസത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയിൽ നമ്മൾ ജ്വലിക്കുന്നതനുസരിച്ച് പാപത്തിൽ നിന്നും അകലുവാനും പാപകരമായ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി, നീതിയെക്കുറിച്ചാണ്. നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവപ്രമാണങ്ങൾ കുറ്റമറ്റ വിധം വ്യാപരിച്ച് അനുസരണത്തോടെ വിധേയപ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണല്ലോ നീതിബോധമുള്ളവർ. അപ്പോൾ നീതി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ നീതിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വേർപാട് പിതാവിലേക്കുള്ള യാത്രയാണ്.
അപ്പോൾ പിതാവിൻ്റെ പക്കലേക്ക് ഈശോ പോകുന്നത് കൊണ്ട് ഇനിയും ഈശോയെ മുമ്പ് എന്ന രീതിയിൽ കാണുവാൻ കഴിയുകയില്ല എന്നതിനാലാണ് നീതിയെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. മൂന്നാമതായി കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് ന്യായവിധിയെക്കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെടുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളും പരിശുദ്ധാത്മാവ് നൽകും. അതായത് ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം പരാമർശിക്കുന്നത് പിശാചിനെയാണ്, സാത്താനെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച്, അതായത് ലോകത്തിൻ്റെ അധികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിശാചിനെ ന്യായവിധിയുടെ ഭാഗമായിട്ട് വിധിച്ചിരിക്കുകയാണ്. ആ ന്യായവിധി എന്ന് പറയുന്നത് പൈശാചിക തിന്മകളിൽ നിന്നുമുള്ള വേർപെടുത്തപ്പെടലാണ്, അല്ലെങ്കിൽ പൈശാചികതയിൽ നിന്നുമുള്ള ഒരു വ്യക്തിയുടെ വിടുതൽ പ്രാപിക്കലാണ്. അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. തിന്മയുടെ സ്വാധീനത്തിൽ നിന്നുമുള്ള വേർപെടുത്തൽ. ആ ന്യായവിധിയിൽ പൈശാചിക ബന്ധനങ്ങൾ ഒക്കെ വിധിക്കപ്പെടുന്ന സമയങ്ങൾ സംജാതമാക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അപ്രകാരം ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ബോധ്യങ്ങൾ നൽകുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ അവസാന ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം. അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് പരിശുദ്ധാത്മാവിനെ കർത്താവ് സത്യാത്മാവ് എന്നാണ് വിളിക്കുന്നത്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നയിക്കും. അതാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിത വിജയം എന്ന് പറയുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഈശോ 14-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ സത്യമാകുന്ന മിശിഹായെ പൂർണ്ണമായും വെളിപ്പെടുത്തുവാനായിട്ട് സത്യത്തിൻ്റെ ആത്മാവ് വന്ന് നമുക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ഈശോയിലേക്ക് നമ്മളെ വഴി നയിക്കുമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സത്യാത്മാവ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സത്യം തന്നെയായ മിശിഹായോട് ചേർന്നിരിക്കുന്ന ത്രിത്വിക ദൈവത്തിലെ മൂന്നാമത്തെ ആൾ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നുകൂടി ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയും ആത്മാവും രണ്ടല്ല ഒന്നാണ് എന്നുള്ളൊരു പരോക്ഷമായ പ്രകടനം കൂടി ഇവിടെ നടത്തുകയാണ്. അപ്പോൾ സത്യാത്മാവും സത്യത്തിൻ്റെ വക്താവായ ഈശോയും പിതാവിൽ നിന്നും പിതാവിനോട് ചേർന്നിരിക്കുന്ന, പിതാവുമായി ഏകീഭവിച്ചിരിക്കുന്ന, പിതാവുമായി ഒന്നായി തീർന്നിരിക്കുന്ന ആ ത്രിത്വീയ ദൈവത്തിൻ്റെ കൂട്ടായ്മയെ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ മഹത്വത്തിലേക്കുള്ള ഒരു വഴി തുറന്നു തരികയും ഈശോയുടെ മഹത്വത്തിൻ്റെ പൂർണ്ണത അവിടെ കാണപ്പെടുകയും ചെയ്യും എന്നുകൂടി കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിതാവിൽ നിന്ന് ലഭിച്ച എല്ലാ കാര്യങ്ങളും പുത്രൻ ലോകത്തെ അറിയിച്ചതുപോലെ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരായി നമുക്ക് മാറാം. ഈ ലോകത്തിൻ്റെ അധികാരി ലോകത്തിൽ നിന്നും നിഷ്കാസിതനായി കഴിഞ്ഞപ്പോൾ, ലോകം തിന്മയുടെ സ്വാധീനത്തിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ, ആ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ സത്യാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കാം. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയാണ് എങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തനം നിരതമാകുമ്പോഴാണ് നല്ല ബോധ്യങ്ങൾ ഉണ്ടാവുകയും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദനമുണ്ടാവുകയും സത്യത്തിന് എപ്പോഴും സാക്ഷികളായി മാറുവാനുള്ള ഉത്തേജനം ലഭിക്കുകയും അങ്ങനെ ദൈവാത്മാവിൻ്റെ ആ സർവ്വ ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറാം. ആദിമ സമൂഹത്തിന് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ആത്മീയ ചൈതന്യം, ആ ഒരു ഉണർവ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവും പുത്രനും പിതാവുമായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.